ആൻഡ് ട്രിക്സിന്റെ 3ാമത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അറ്റൻഡ് ചെയ്ത് നോക്കാം. മുഅല്ലിഫു മിർആത്തുൽ അയ്യാം. മിർആത്തുൽ അയ്യാം എന്നുള്ളത് ആരുടെ രചനയാണ്? ത്വഹ ഹുസൈൻ, നജീബ് മഹ്ഫൂദ്, നജീബ് ദയ്യാബ്, ഖലീൽ മത്രാൻ. ആൻസർ നോക്കാം. ഖലീൽ മത്രാന്റേതാണ് മിർആത്തുൽ അയ്യാം എന്നുള്ളത്. ഈ ബാക്കിയുള്ള ഓപ്ഷൻസ് ഉള്ള ആളുകൾക്ക് ഈ മിർആത്ത് എന്ന് പറയുന്ന ടേമുമായിട്ട് ഒരു ബന്ധമുണ്ട്. എന്താ നോക്കാം. ഓക്കെ, ത്വഹ ഹുസൈൻ രചിച്ചിട്ടുള്ള പുസ്തകമാണ് ഫി മിർആത്തി സുഹ്ഫി എന്ന് പറയുന്ന പുസ്തകവും അതുപോലെ ഫി മിർആത്തിൽ ഇസ്ലാം എന്ന് പറയുന്ന പുസ്തകവും ത്വഹ ഹുസൈൻ തന്നെ രചിച്ചിട്ടുള്ള പുസ്തകങ്ങളാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പുസ്തകമാണ് ഇതേ പേരിലുള്ള മിർആത്തു അൽ-ലമീറുൽ ഹദീസ്. ഓക്കെ, മിർആത്തു അൽ-ലമീറുൽ ഹദീസ് എന്ന് പറയുന്നതും ത്വഹ ഹുസൈന്റെ ഇതേ ടേമിൽ വരുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഓക്കെ, അതുപോലെ ഗുലാം അലി ആസാദ് രചിച്ചിട്ടുള്ള ഒരു പുസ്തകമാണ് മിർആത്തുൽ ജമാൽ എന്ന് പറയുന്നത്. ഇത് കണക്ട് ചെയ്യാൻ ചെറിയൊരു കോഡ് പറഞ്ഞുതരാം. ഗുലാം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെറിയ കുട്ടികളൊക്കെ യാ ഗുലാം എന്നൊക്കെ വിളിക്കാറുണ്ട്. അപ്പൊ കുട്ടികളെ എന്ന് പറയുന്നത് എന്താണ്? നല്ല ഭംഗിയുള്ളവരാണ് അല്ലെ. കുട്ടികളെ എന്ന് പറയുന്നത് ഭംഗിയുള്ളവരാണ്. അപ്പൊ ഗുലാം അലി ആസാദിൻ്റെതാണ് മിർആത്തുൽ ജമാൽ. ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞു എന്ന് മാത്രം. ദെൻ മിർആത്തുൽ അയ്യാം. മിർആത്തുൽ അയ്യാം ക്വസ്റ്റ്യനിൽ ചോദിച്ചാണ്, ഖലീൽ മത്രാന്റേതാണ് മിർആത്തുൽ അയ്യാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു കോഡ് പറയാം. നമ്മളൊക്കെ മഴ പെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരാണ് അല്ലെ. മിർആത്തുൽ അയ്യാം, ദിവസങ്ങളായിട്ട് മഴ പെയ്യാൻ, മത്വർ എന്നുള്ള ടേമുമായിട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക. അപ്പൊ മഴ പെയ്യാൻ വേണ്ടിയിട്ട് ദിവസങ്ങളായിട്ട് കാത്തിരിക്കുകയാണ് അല്ലെ. മിർആത്തുൽ അയ്യാം ഖലീൽ മത്രാന്റേതാണ്. ജസ്റ്റ് ഒരു കോഡിങ് യൂസ്ഫുൾ ആവെങ്കിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ്. ദെൻ മിർആത്തുൽ അർബ് മുമ്പ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ള ഒരു പോർഷനാണ്. മിർആത്തുൽ അർബ് നജീബ് ദയ്യാബാണ്. ഇപ്പോൾ നമുക്ക് അദ്ദേഹത്തെ കുറിച്ചിട്ട് സിലബസിൽ ഡയറക്റ്റ് ആയിട്ട് പഠിക്കാനില്ല, എന്നാലും മനസ്സിലാക്കി വെക്കുക. മിർആത്തുൽ അർബ് എന്ന് പറയുന്നത് നജീബ് ദയ്യാബിൻ്റെതാണ് അല്ലെ. നജീബ് ദയ്യാബിന്റെ പേരുകളൊക്കെ അവസാനിക്കുന്നത് ബാ വെച്ചിട്ടാണ് അല്ലെ. മിർആത്തുൽ അർബും അവസാനിക്കുന്നത് ബാ വെച്ചിട്ടാണ്. ദെൻ അൽ മർഅ ഫിൽ ഖുർആൻ. അൽ മർഅ ഫിൽ ഖുർആൻ അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിൻ്റെതാണ് അൽ മർഅ ഫിൽ ഖുർആൻ. ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം, ഇനി പറയുന്ന രണ്ട് സെറ്റും മിർആത്ത് അല്ല. ഇവിടെ മിർആത്ത് എന്നുള്ള പേരിലാണ് ഇത്രയും പുസ്തകങ്ങൾ പറഞ്ഞിട്ടുള്ളത് എങ്കിൽ ഇനി പറയുന്ന ഈ രണ്ട് പുസ്തകങ്ങൾ അൽ മർഅ സ്ത്രീ എന്നുള്ള പേരിലാണ് പറയുന്നത്. ഓക്കെ, ഏകദേശം കണ്ടാൽ നമുക്ക് ഒരേ രീതിയിൽ തോന്നിക്കും എന്ന് മാത്രം. അൽ മർഅ ഫിൽ ഖുർആൻ എന്ന് പറയുന്നത് അബ്ബാസ് മഹ്മൂദ് അൽ അഖാദിൻ്റെതാണ് അൽ മർഅ ഫിൽ ഖുർആൻ എന്ന് പറയുന്നത്. ഓക്കെ, ജസ്റ്റ് ഒരു കോഡ് പറയാം. ഖുർആനിൽ എന്താണ്? സ്ത്രീകളെ കെട്ടിക്കുടുക്കിയിട്ടുണ്ട് എന്നാണ് പൊതുവെ എന്ത് ചെയ്യുന്നത്, ഖുർആനെതിരെ വിമർശനങ്ങൾ വരുന്നത് അല്ലെ. ഖുർആനിൽ സ്ത്രീകളെ ഈ ഒക്കാദ് തഅഖീദ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കെട്ടിക്കൊടുക്കുക എന്നുള്ളതിന് വേണ്ടിയിട്ട് പറയാറുണ്ട്. ജസ്റ്റ് അതായിട്ട് കണക്ട് ചെയ്ത് വെക്കുക. ദെൻ അൽ മർഅ അൽ ജദീദ, പുതിയ സ്ത്രീ, അത് തൗഫീഖുൽ ഹക്കീമിനും അങ്ങനെ ഒരു പുസ്തകമുണ്ട്, ഖാസിം അമീനും അങ്ങനെ ഒരു പുസ്തകമുണ്ട്. ഓക്കെ, അത് മനസ്സിലാക്കി വെക്കുക. ഖാസിം അമീൻ നമ്മുടെ സിലബസിൽ ഇല്ലാത്തതാണ്, എന്നാലും നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ അൽ മർഅ അൽ ജദീദ തൗഫീഖുൽ ഹക്കീമും അങ്ങനെ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്, ഖാസിം അമീനും അങ്ങനെ ഒരു പുസ്തകം രചിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു മിർആത്ത് എന്ന് പറയുന്ന ടേമും മർഅത്ത് എന്ന് പറയുന്ന ടേമുമായി ബന്ധപ്പെട്ടിട്ടുള്ള പുസ്തകങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. ഇവ എപ്പോഴും ക്വസ്റ്റ്യനിൽ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഏരിയ കൂടിയാണ്. ഈ ഒരു ഏരിയകൾ കൃത്യമായി മനസ്സിലാക്കി വെക്കുക, തമ്മിൽ മാറിപ്പോവാതെ നന്നായിട്ട് പഠിച്ചു വെക്കുക. ശുക്രൻ ലക്കും.